അതിനിടെ സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇന്നലെ പനി ബാധിച്ച ആശുപത്രിയിൽ ചികിത്സ തേടിയത് 10,000-ലേറെ പേരാണ്. പകർച്ചവ്യാധി വ്യാപന സാഹചര്യം വിലയിരുത്തി ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴക്കാലമായതോടെ പകർച്ചവ്യാധികളും പടരുന്നു. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്നലെ ആശുപത്രിയിൽ ചികിത്സ തേടിയത് 10,853 പേർ. മലപ്പുറത്താണ് പനിബാധിതർ കൂടുതൽ. 2,117 പേർ ചികിത്സ തേടി. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും കൂടുകയാണ്. 11 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനി മൂലം ഇന്നലെ ഒരു മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 15 പേർ ഡെങ്കിപ്പനി മൂലം ഈ വർഷം മരിച്ചു. ഡെങ്കിപ്പനി പരത്തുന്ന ഏഡിസ് കൊതുകുകൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലോ ഉള്ള വെള്ളം കെട്ടി നിൽക്കുന്നതിൽ നിന്നാണ് അത് മുട്ടയിട്ട് പെരുകി ഉണ്ടാകുന്നത്. അത് ഒരുപാട് ദൂരത്തുനിന്ന് പറന്ന് വന്ന് കടിക്കുന്ന ഒരു കൊതുകല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനുള്ളിലോ അല്ലെങ്കിൽ വീടിൻ്റെ തൊട്ട് ചുറ്റുപാടിലോ ഉള്ള ഒരു ഉറവിട നശീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു മഴക്കാലത്ത് ഡെങ്കി തടയാൻ വേണ്ടി. 109 പേർക്ക് ഇന്നലെ ചിക്കൻ പോക്സ് സ്ഥിരീകരിച്ചു. കൊല്ലത്തും പത്തനംതിട്ടയിലുമായി ഇന്നലെ 2 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 മാസത്തിനിടെ 132 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുകയും 32 പേർ ഇതുമൂലം മരിക്കുകയും ചെയ്തു. കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ കാരണം H1N1, ഡെങ്കിപ്പനി, എലിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ 2017 സമാനമായി വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ദുരന്ത സാഹചര്യങ്ങളിലേതുപോലെ വിവിധ വകുപ്പുകൾ ചേർന്ന് പ്രവർത്തിച്ച് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കണമെന്ന് മന്ത്രിതല യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.